ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. ഒരു 2-3 പച്ചമുളക് ഉണ്ടെങ്കിൽ നമുക്ക് 1-2 നേരം വയറ് നിറച്ച് ചോറുണ്ണാം. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കിയാലോ? ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വലിയ കുപ്പിയിലാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ കുറച്ച് കൂടുതലായിക്കണേ, നിങ്ങൾ കുറച്ച് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഉലുവയും അതേപോലെ തന്നെ കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. അത് നല്ലോണം പൊട്ടി തീരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നാടൻ കറിവേപ്പില ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതും പൊട്ടി തീർന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് സവോള കൊത്തി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പൊന്ന് വയറ്റി ഒന്നും കണ്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താനും മറക്കരുത്. ഇപ്പം നല്ല പോലെ ഒന്ന് മൂത്ത് വന്നത് അതിലേക്ക് നമ്മൾ മെയിൻ സാധനം പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കുക. നടുക്കൊന്ന് കീറിയതിന് ശേഷമാണ് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഒന്ന് വേവാനും വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിക്കണേ. ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മുളകും പൊടിയോ അല്ലെങ്കിൽ എന്ത് ഇതിക്ക് ആവശ്യമില്ല, നമുക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി പാകത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം ചെറിയ തീ തന്നെ നമുക്ക് കുറച്ച് നേരം സമയം എടുത്ത് ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നെല്ലിക്ക വെളുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് പിഴിഞ്ഞതിന് ശേഷം ആ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നുള്ളു കുരുമുളക് പൊടി ഇട്ടെടുക്കണം. ആ കുരുമുളക് പൊടി ഇട്ടെടുക്കാൻ കാരണം ഞാൻ എടുത്ത പച്ചമുളക് തീരെ എരിവില്ലേനി, അതുകൊണ്ടാണ്. നിങ്ങൾ എടുത്തു കൊടുക്കുന്ന പച്ചമുളകിന് എരിവുണ്ടെങ്കിൽ കുരുമുളക് പൊടിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്കതിൽ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇവിടെ കായപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് മുളകിൻ്റെതാണല്ലോ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയും കൂടി നമുക്കതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു അച്ച് ശർക്കര ഇട്ട് കൊടുത്തിക്കണേ. ഇനി നല്ലപോലെ ഇളക്കി കൊടുത്താൽ ശർക്കര കലിയുന്ന രീതിയിൽ നമുക്ക് തീ ഒന്ന് കത്തിച്ച് സ്പീഡ് കൂട്ടിയതിന് ശേഷം നല്ലോണം ഒന്ന് കത്തിച്ചു കൊടുക്കുക. ഇവിടെ നല്ലോണം കത്തിച്ചു കൊടുത്താൽ ശർക്കരയൊക്കെ നല്ലോണം ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് അലിഞ്ഞ് വന്നിക്കണേ. ഇനി ഒന്നും കൂടി ഒന്ന് വറ്റാൻ വേണ്ടിയിരിക്കുമ്പോൾ സമയം എടുത്ത് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ നല്ലോണം ഒന്ന് വറ്റി വന്നിക്കണം കേട്ടോ. ഇനി അപ്പോൾ അതൊക്കെ നടങ്ങാനും വേണ്ടി ചെറിയ തീയിൽ 2-3 മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നല്ല കുറുന്നനായിട്ട് നമ്മുടെ അടിപൊളി പച്ചമുളകിൻ്റെ കറി ഇവിടെ റെഡി ആയിക്കണം. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇത് കൂട്ടി കഴിച്ചാൽ തന്നെ ഒരുപാട് ചോറ് നമുക്ക് വയറ് നിറച്ച് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടേ.